കൊല്ലം തീരത്തടിഞ്ഞ 41 കണ്ടെയ്നറുകളിൽ പലതും ക്രെയിൻ ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റിയിരിക്കുകയാണ്. ശക്തികുളങ്ങര ഹാർബറിൽ ഏകദേശം 10-ലധികം കണ്ടെയ്നറുകളായിരുന്നു ഈ തീരത്തോട് ചേർന്നുള്ള സ്ഥലത്ത് അടിഞ്ഞിരുന്നത്. ഇപ്പോഴും പലതും കടലിൽ തന്നെ കിടക്കുന്നുണ്ട്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. പ്രഥമ പരിഗണന നൽകുന്നത് ആളുകളുടെ ഒരു സുരക്ഷ കൂടെ പരിഗണിച്ചുകൊണ്ട് കണ്ടെയ്നറുകൾ കരയ്ക്ക് കയറ്റാനും ഒപ്പം തന്നെ കരയ്ക്ക് കയറ്റിയവ അത് കസ്റ്റംസിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഗ്യാസ് കട്ടർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിരുന്നെങ്കിൽ പോലും അത് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ കഴിയില്ല. അതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. കാറ്റുണ്ട്. മറ്റൊന്ന്, ഈ കണ്ടെയ്നറുകൾക്ക് ഇടയിലുള്ള ഈ തെർമോക്കോൾ പോലുള്ള ആ വസ്തു അത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാസ് കട്ടർ ഉപയോഗിക്കാത്തതിന് പകരം ഹെവി കട്ടർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇവ പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകൾ, അതായത് തകർന്ന്, അതായത് പൊട്ടിപ്പൊളിഞ്ഞടിഞ്ഞതും അല്ലാത്തവയുമായിട്ടുള്ള എല്ലാം തന്നെ ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ്. അതായത് ഈ കരയ്ക്ക് കയറ്റിയ കണ്ടെയ്നറുകൾ കാണുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമാകും. ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ് ഈ കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ അടിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്, ഈ ആലപ്പുഴ ഹാർബറിൽ അടിഞ്ഞ ചില കണ്ടെയ്നറുകളൊക്കെ തന്നെ പൊളിച്ച്, ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ പൊളിച്ച് അതിപ്പോൾ കൊല്ലം തുറമുഖത്തേക്ക് എത്തിക്കാനുള്ള, അത് ലോറിയിൽ കയറ്റി കൊല്ലം തുറമുഖത്തേക്ക് എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 5 ദിവസത്തെ സമയമെടുക്കുമെന്നുള്ള കാര്യമാണ് നേരത്തെ മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ ഈ 41 എണ്ണവും ഈ 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അധികം വൈകാതെ ഇത് ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഈ പടർന്നു കിടക്കുന്ന ഈ തെർമോക്കോൾ, അതായത് പ്ലാസ്റ്റിക് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, മറ്റു വസ്തുക്കൾ നീക്കാനുള്ള പ്രവൃത്തികളും അധികം വൈകാതെ ആരംഭിക്കും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൊച്ചി പുറംകടലിൽ മുങ്ങിയ ആ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ കൊല്ലത്തെ ഒപ്പം തന്നെ ആലപ്പുഴ, തിരുവനന്തപുരം തീരങ്ങളിലേക്കൊക്കെ എത്തുന്നു. അതിന് പിന്നാലെ ഈ തീരത്തടിഞ്ഞതെല്ലാം തന്നെ നീക്കാനുള്ള നടപടികളും ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ആളുകളുടെ ആശങ്ക മാറ്റി ഉടൻ തന്നെ ഇത് ഇവിടെ നിന്നും പൂർണ്ണമായി മാറ്റാൻ കഴിയുമെന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും പങ്കുവയ്ക്കുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.